ശ്രീ അനിൽകുമാർ, നോക്കൂ, നിരന്തരം കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് കെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല, NDAക്കൊപ്പമുള്ള JDS-നെ കേരളത്തിൽ ഇടതുമുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തുന്നുള്ള ചോദ്യം നിരന്തരം ഉണ്ടാകുന്ന അതേ സമയത്ത്, അതേ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കർണാടകയിൽ ഇവിടുത്തെ മന്ത്രിസഭയിലെ മന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് NDA പോസ്റ്റർ കർണാടകയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ ഇടതുമുന്നണി വിശദീകരിക്കും ഇതിനെ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും മാത്യു തോമസിന്റെയും പേര് സ്ഥാപിച്ചിട്ട് ഏതെങ്കിലും പോസ്റ്റർ കർണാടകത്തിലുണ്ടായിരുന്നു? കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പില് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന രണ്ട് ചിത്രങ്ങൾ ഈ സന്ദർഭത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അത് കോൺഗ്രസ് ബോധപൂർവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. കേരളത്തിലെ NDAക്ക് ഒരു സീറ്റിൽ പോലും നിയമസഭയിൽ അക്കൗണ്ടില്ല. അപ്പോൾ ഏതെങ്കിലും നിയമപരമായി കുരുക്കിൽപ്പെടുത്തി NDA ശക്തിപ്പെടുത്താനുള്ള വഴി എന്തെന്ന് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടാവും. അവരുടെ സാധാരണ രീതി അതാണല്ലോ. അതിന്റെ ഭാഗമായ ഒരു ഏതെങ്കിലും കാര്യങ്ങളിലാകട്ടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായ മന്ത്രി തോമസോ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്കെതിരായ യുദ്ധത്തിലാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലും അത്തരം ഒരു വ്യാജങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കണക്കിലെടുക്കില്ല. സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്നൊരു പ്രവണത ഈ സന്ദർഭത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസിന് NDA സഹായിക്കുന്ന ഒരു സമീപനം കേരളത്തിൽ ഉണ്ടാക്കാനാണ്. അവിടെ കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ട് നിയമത്തെ നഷ്ടപ്പെട്ടു പോയത് വേറെ ഏതെങ്കിലും തരത്തിൽ NDAക്ക് രണ്ട് MLA ഉണ്ടാക്കിക്കൂടും എന്ന് ആരെങ്കിലും ചർച്ചയിട്ടിരുന്നു. ആ ഒരു നേർച്ചയും പഠിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇപ്പോൾ